ഇന്നൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. മഹാദേവൻ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഭഗവാന്റെ അക്കരങ്ങൾ നിങ്ങളിൽ സ്പർശിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും മഹാദേവൻ്റെ ഈ സന്ദേശം നിങ്ങളിൽ പുതിയൊരു ഉണർവ് പകരുന്നതായിരിക്കും. ഈ പ്രപഞ്ച ശക്തിയിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയും പിരിമുറുക്കവും നിങ്ങളെ വിട്ട് അകലുന്നതായിരിക്കും. മഹാദേവൻ്റെ സന്ദേശപ്രകാരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നല്ലൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല, നിങ്ങളിപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സംഭവങ്ങളോ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് മനസ്സിനെ ശക്തമാക്കുക. എപ്പോഴും ആ ഒരു ചിന്തകളിൽ നിങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും മുന്നേറുവാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്കായി നിരവധി അവസരങ്ങൾ മുന്നോട്ട് വരും. പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേരാതെ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം നല്ലൊരു തീരുമാനത്തിൽ എത്തുക. മഹാദേവൻ നിങ്ങളെ വഴി കാട്ടുന്നതായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഇടതടവില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയെന്നും വരാം. എന്നാൽ ഇതിനകം തന്നെ അവയെല്ലാം നേരിടാൻ ശക്തമായ ഒരു മനസ്സ് നിങ്ങൾക്ക് രൂപപ്പെട്ടിട്ടുണ്ടാകും. എന്നാലും ചില ഘട്ടങ്ങളിൽ നിങ്ങൾ തളർന്നു പോയേക്കാം. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ടാകും. ആ കാരണങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യും. വിഷമകരമായ ആ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ തളർത്തുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ശക്തിയായി നിലകൊള്ളണം. തോറ്റ് പിന്മാറരുത്. ഏതൊരു വിഷമകരമായ ഘട്ടങ്ങളിലും നിങ്ങളെ ചേർത്തു നിർത്താനും സഹായിക്കാനും ആരെങ്കിലും ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാൻ നിങ്ങൾക്ക് ഒരു മറുപടി നൽകും. കാരണം എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. എല്ലാ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കുമൊടുവിൽ നിങ്ങളെ തേടി സന്തോഷകരമായ വാർത്തകൾ, സാഹചര്യങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഒരു തുള്ളി കണ്ണുനീർ പോലും പാഴായി പോകില്ല. ഇത് മഹാദേവൻ്റെ ഉറപ്പാണ്. താൽക്കാലികമായ ഈ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനമുണ്ടാകും. എല്ലാത്തിനെയും നിങ്ങൾക്ക് മറികടക്കാനും സാധിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങൾ തന്നെ കാണും. അതിനുള്ള ശക്തിയെല്ലാം നിങ്ങളിൽ തന്നെയുണ്ട്. ഘട്ടം ഘട്ടമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിനുള്ള പ്രയത്നങ്ങൾ നടത്തുവാനും ഭഗവാൻ നിങ്ങളെ സഹായിക്കും. ആ ശക്തി എല്ലാത്തിനെയും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും. തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യും. എപ്പോഴും നിങ്ങളിൽ സന്തോഷം നിലനിർത്താൻ കഴിഞ്ഞാൽ അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഇത്രയും കാലം നിങ്ങൾ ദുഃഖിച്ചും സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയും നിങ്ങൾ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് വരിക. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തട്ടെ. പക്ഷേ ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന വിചാരത്തിൽ നിങ്ങൾ ജീവിക്കുക. ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം മഹാദേവൻ നിങ്ങൾക്കൊരു കവചമായി തീരുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയുക. നിങ്ങൾ ആരെയും ഭയക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയത്തു തന്നെ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായി മാറും. ആ മാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ ഉയർച്ചയിലെത്തും. കാലചക്രം
തിരിയുന്നതിനനുസരിച്ച് മനുഷ്യ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതെല്ലാം താൽക്കാലികം മാത്രമാണെന്ന് അറിയുക. ചിലരുടെ ജീവിതത്തിൽ അതികഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടായി എന്നും വരാം. പക്ഷേ അതിനെയെല്ലാം മറികടക്കാനുള്ള ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കണം. നിങ്ങളുടെ മനസ്സിൽ പ്രകാശം പരത്തുന്നത്, ജീവിക്കാൻ പ്രേരണ നൽകുന്നത്, എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്, അതെല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കുക. അതെല്ലാം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങൾ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കുക. കുടുംബത്തെ ചേർത്ത് നിർത്തുക. കുഞ്ഞുങ്ങളെ വഴിതെറ്റാതെ നിങ്ങളിലേക്ക് ചേർത്ത് നിർത്തുക. ഭഗവാൻ അവർക്ക് ശക്തി പകരും. ആ ശക്തി അവരെ അറിവിലേക്കും വെളിച്ചത്തിലേക്കും കൊണ്ടുപോകും. മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനുള്ള നിരവധി അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് കനിഞ്ഞു നൽകുന്നതായിരിക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.